നമസ്കാരം. ബ്രിട്ടീഷ് പത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട്. മറ്റാരുമല്ല, ലോക മലയാളികൾക്കിടയിൽ ഇന്നേറെ ചർച്ചാ വിഷയമായ വോഡാഫോൺ കോമഡി സ്റ്റാർസിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കൊമേഡിയനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉല്ലാസ് പന്തളം. ഉല്ലാസ്, ബ്രിട്ടീഷ് പത്രത്തിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള പരിപാടികൾ? വളരെ ഗംഭീരമായിട്ട്, വളരെ വിജയകരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 7 സ്റ്റേജ് കഴിഞ്ഞു. ഇനിയും 6 സ്റ്റേജുകളുണ്ട്. വന്നിടത്തെല്ലാം നല്ല സ്നേഹനിർഭരമായ സ്വീകരണവും പ്രോത്സാഹനവുമായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാമിന്. എല്ലായിടത്തും ഞങ്ങളുടെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ സാധിച്ചതിലാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലൂടെ ലണ്ടൻ മലയാളികളുടെ വീടുകളിൽ എത്തുന്നതിന്റെ, അപ്പം നമ്മുടെ പരിപാടികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സൂചനയാണ് ഈ സ്നേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്ന നിമിഷങ്ങളായിരുന്നു ലണ്ടൻ. ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള കോമഡികളിൽ നിന്നും വ്യത്യസ്തമായ ചില നമ്പറുകളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ്? ഇതുവരെ അവതരിപ്പിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എന്ന് പറയുമ്പോൾ നമ്മൾ അവതരിപ്പിച്ച പരിപാടികളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം നമ്മൾ അത് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും എന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു ഡാൻസറായിട്ടാണ് എന്നെ കാണുന്നത്. അപ്പോൾ ഡാൻസ് കളിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. നമ്മുടെ ഡാൻസും എൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡാൻസ് അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോഴും അത് ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ അത് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടം. എന്തായാലും തമാശകൾക്കിടയിൽ ഗൗരവമായ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. റിയാലിറ്റി ഷോയുടെ മാനദണ്ഡങ്ങളൊന്നും പരിഗണിച്ചായിരുന്നില്ല കോമഡി ഷോയുടെ ജഡ്ജ്മെന്റ് നടന്നിരുന്നത് എന്ന് ഉല്ലാസിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാധാരണ എല്ലാ മലയാളികളും, അതായത് കോമഡി ഷോ ഇഷ്ടപ്പെട്ട നല്ലൊരു ശതമാനം വരുന്ന മലയാളികളും ഒരു വിധിയെ സന്തോഷത്തോടെ അല്ല സ്വീകരിച്ചത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പൊ പറഞ്ഞതുപോലെ കോമഡി റിയാലിറ്റി ഷോയുടെ കോമഡി സ്റ്റാറിന്റെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ തന്നെയാണ് അവർ ഫൈനലിൽ ഗ്രാൻഡ് ഫിനാലയുടെ ഫൈനലിൽ 1ാം സ്ഥാനക്കാരെ തീരുമാനിച്ചത്. ഇവര് പറഞ്ഞിരുന്നത് 3.5 വർഷക്കാലം ഞങ്ങൾ കോമഡി സ്റ്റാറിൽ പെർഫോം ചെയ്തു. അപ്പോൾ ഈ 3.5 വർഷക്കാലം നമ്മൾ പെർഫോം ചെയ്യുന്ന ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഗ്രാൻഡ് ഫിനാലയിലെ അന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുമാണ് 1ാം സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഇവർ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ കള്ളം പറയുന്നതല്ല, ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും പൊതുജനത്തിന്റെ അഭിപ്രായം തന്നെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ജനങ്ങൾ അതിനെ വളരെ രീതിയിൽ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ അതിനെ വിമർശിച്ച് കാണുകയുണ്ടായി. തീർച്ചയായിട്ടും ഫേസ്ബുക്കിലൂടെ ഒക്കെ അല്ലാതെ നേരിട്ടും എന്നെ ഫോൺ വിളിച്ചും എന്നെ ഒരുപാട് ഇതിന്റെ പ്രേക്ഷകര് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കാണ് 1ാം സ്ഥാനം കിട്ടേണ്ടത് എന്ന് അവർക്ക് ബോധ്യമായി. പന്തളത്ത് ഇതിനെതിരെ പ്രകടനം വരെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പന്തളത്ത് എന്റെ നാട്ടുകാര് ഇതിനെതിരെ പ്രതികരിച്ച് പന്തം കോലം കത്തിക്കൽ വരെ എത്തി കോലം കത്തിക്കുന്ന വരുന്ന അതുവരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചു. ഈ ഷോയ്ക്കുടനീളം പ്രത്യേകിച്ച് ആ ഒരു പർട്ടിക്കുലർ ടീമിനോട് അവർക്കൊരു പ്രത്യേക ചായ്വുള്ളതായിട്ട്, അതായത് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണുമ്പോൾ പോലും എന്റെ ചിന്താഗതികൾക്ക് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ജഗദീഷിന് പ്രത്യേകിച്ച് അവർക്ക് മാർക്ക് കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു പ്രത്യേക ചായ്വുള്ളതായിട്ട് ഒരു ഏത് സാധാരണക്കാരനും തോന്നാവുന്നതായിരുന്നു. ചില അവസരങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഒരുപാട് ഷെഡ്യൂളുകളിൽ 1ാം സ്ഥാനം ലഭിക്കേണ്ട ഒരുപാട് അവസരങ്ങൾ
അവസരങ്ങളിൽ ഈ പറയുന്ന ടീമിനെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം സ്ഥാനം കിട്ടിയ ടീം ഗ്രാൻഡ് ടോട്ടലിൽ 3-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് നിന്നിരുന്ന ടീം 4 സ്റ്റാർസ്, അതായത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ടീം 4 സ്റ്റാർസ് ആയിരുന്നു. ഗ്രാൻഡ് ഫിനാലെയിലും ഏത് പൊടി കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്. ഏതൊരു കുട്ടിക്കും മനസ്സിലാകും അത് ടീം 4 സ്റ്റാർസിന് കിട്ടേണ്ടതായിരുന്നു. നമ്മുടെ കയ്യിൽ വന്ന സാധനം തട്ടിപ്പറിച്ച് വേറൊരു ടീമിന് കൊടുത്തത്. അതിന്റെ പ്രതിഷേധമൊക്കെ നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ടായിരുന്നു നിങ്ങൾ സമ്മാനം മേടിക്കാൻ സ്റ്റേജിൽ വരാതിരുന്നു? സമ്മാനം മേടിക്കാൻ ആദ്യം എനിക്ക് ബെസ്റ്റ് കൊമേഡിയനുള്ള അവാർഡ് തന്നതിന് ശേഷമാണ് ഇവർ ഫസ്റ്റ് പ്രൈസിനുള്ള 1-ാം സ്ഥാനക്കാരെ പ്രഖ്യാപിച്ചത്. അപ്പം 100% ഞാൻ നമ്മുടെ ടീമിനാണ് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ വന്ന് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 1-ാം സ്ഥാനക്കാരെ വേറൊരു ടീമിനെ അനൗൺസ് ചെയ്തപ്പോൾ ഞാനത് നിരസിച്ചുകൊണ്ട് 2-ാം സ്ഥാനം നമ്മൾ നിരസിച്ചുകൊണ്ട് ആ ഫ്ലോറിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവുകയായിരുന്നുണ്ട്, ഞാനും എൻ്റെ ടീമും. അതിനുമുമ്പ് ഞാൻ അതിൻ്റെ ചീഫ് ജഡ്ജിനോട് പറഞ്ഞു, സമ്മാനം മേടിക്കുന്നതിന് മുമ്പ് എനിക്ക് മൈക്കൊന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് 2 വാക്ക് പറയാൻ ഒരവസരം തരണം. അപ്പോൾ പറഞ്ഞു, ഇപ്പോഴല്ല, സമ്മാനം മേടിച്ചതിന് ശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് അതല്ല പറയാനുള്ളത്, എനിക്ക് ഈ സെക്കൻഡ് പ്രൈസ് വേണ്ട, എനിക്ക് ആദ്യം മൈക്കൊന്ന് തരണം, എനിക്ക് ഇവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാരെങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് അനുവാദം തന്നില്ല, മൈക്കും തന്നില്ല. അപ്പം തന്നെ ഞങ്ങൾ വേദി വിട്ട് പുറത്തോട്ട് പോകുന്നു. അപ്പം ചീഫ് ജഡ്ജി പറയുന്നു, ഈ സമ്മാനം നമ്മുടെ മലയാള സിനിമയുടെ കാരണവരായ മധുസാറിന്റെ സമ്മാനം ഏൽപ്പിച്ചിട്ട് മധുസാറിനെ കൊണ്ട് എന്നെ വാങ്ങിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പം ഞാൻ മധുസാറിനോട് പറഞ്ഞു, സാറേ, സാറിനോടുള്ള ബഹുമാനവും സ്നേഹവും ഞാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, സാറിനോട് ധിക്കരിക്കുകയോ നിഷേധിക്കുകയല്ല, ഈ വിധിന്യായത്തോട് എനിക്ക് യോജിപ്പില്ല, അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്, ഞാൻ ഈ വേദി വിട്ട് പോവുകയാണ്, എനിക്കിത് വേണ്ട എന്ന് നിരസിച്ചുകൊണ്ട്, സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോരുകയായിരുന്നു. പിന്നീട് ജയറാം പോലുള്ളവർ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്, ലൈവ് ഷോ ആണെന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവർ മലയാളികളെ ചീറ്റ് ചെയ്തെന്ന് പറയുന്നത് 3.5 വർഷക്കാലം ഞങ്ങളെ കൊണ്ട് SMS ചോദിപ്പിച്ചിട്ട് ഗ്രാൻഡ് ഫിനാലയിൽ അതിന്റെ യാതൊരു SMS ഇതിനൊരു ഘടകമേ ആയില്ല. SMS അവരിത് എടുത്തിട്ടില്ല. SMS-ന്റെ മാനദണ്ഡം അവർ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ റെക്കോർഡിംഗ് സ്കിറ്റ് 12 മിനിറ്റ് ആകാൻ പാടുള്ളൂ ഒരു ടീമിന് എന്ന് പറഞ്ഞിരുന്നത്, ഈ 1-ാം സ്ഥാനക്കാർ 12 മിനിറ്റിൽ കൂടിയാൽ മൈനസ് മാർക്ക് വീഴുമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്ന അവര് ഞങ്ങളൊക്കെ 12 മിനിറ്റിൽ റെക്കോർഡിംഗ് സ്കിറ്റ് പാലിച്ചുകൊണ്ട് ചെയ്തു. പക്ഷേ ഈ 1-ാം സ്ഥാനം കിട്ടിയവരുടെ ടൈം ഡ്യൂറേഷൻ ഇപ്പോഴും ഫേസ്ബുക്കിൽ അത് കിടപ്പുണ്ട്, അല്ല യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് കാണുന്നവർക്ക് അത് മനസ്സിലാകും എത്ര ടൈമുണ്ട് എന്നുള്ളത്. തന്നെയല്ല, ഒരു ഗ്രാൻഡ് ഫിനാലയുടെ ഒരു മത്സരത്തിൽ, ഗ്രാൻഡ് ഫിനാല പോലുള്ള ഒരു വേദിയിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒരു പരിപാടി അല്ലെ ഒരു പാട്ട് നമ്മൾ പാടി തെറ്റിക്കഴിഞ്ഞാൽ അത് മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് അല്ലേ? അതേപോലെ 6 പ്രാവശ്യം റീടേക്ക് എടുത്തിട്ടാണ് അവരുടെ പരിപാടികൾ വീണ്ടും അവതരിപ്പിച്ച് റീടേക്ക് ചെയ്ത് അപ്പൊ തന്നെ അവർ ബോധപൂർവം ഈ ടീമിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ ജഡ്ജ്മെന്റിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ 4 ജഡ്ജസിന് 25 മാർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 100 മാർക്കായി. 100 മാർക്കിലാണ്. അപ്പം 3 ജഡ്ജസിന് 20 മാർക്കും ചീഫ് ജഡ്ജിന് 40 മാർക്കും അങ്ങനെ വന്നപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തിലെ പിന്നീട് അതിന്റെ ഉള്ളുകളി മനസ്സിലായി. ഇതിപ്പോ എന്ത് ചെയ്തു കഴിഞ്ഞാലും പുള്ളിക്കത് ആ മാർക്കിന്റെ വേരിയേഷൻ നികത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചീഫ് ജഡ്ജിന്റെ ഒരൊറ്റ തീരുമാനവും പിന്നെ ഷോയുടെ പ്രൊഡ്യൂസർ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തത്. എനിവേ വളരെ നിർഭാഗ്യകരമായ ഒരു വിധി നിർണയമായിരുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് വീണ്ടും വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് കടന്നു. ഇനിയിപ്പം നമ്മൾ അതൊക്കെ നമ്മൾ വിട്ടേക്കാണ്. ഇനിയിപ്പം ചീഫ് ജഡ്ജോ
അല്ലെങ്കിൽ ഒരു ഷോയുടെ പ്രൊഡ്യൂസർ നമുക്ക് ഒരു വാതിൽ അടച്ചാൽ ദൈവം 9 വാതിൽ തുറക്കുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെ അങ്ങനെ ആ ഒരു അവസരത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ സിനിമയിൽ അവസരങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഇതുവരെ അഭിനയിച്ച സിനിമകൾ? പുതിയ സിനിമ ഉണ്ടോ? എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ? ഞാൻ 4 സിനിമയിൽ അഭിനയിച്ചു. ഒന്ന് പിഗ്മാൻ എന്ന് പറയുന്ന ജയസൂര്യയുടെ പടം, വിരേ റബേക്ക സാറാണ് അതിന്റെ ഡയറക്ടർ. രണ്ടാമത് കുക്കിലിയാർ എന്ന് പറയുന്ന നേമ പുഷ്പരാജ് സാറിന്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഏപ്രിലിലേക്ക് അത് റിലീസാകും. പിന്നെ സുരാജ് എന്നെ വിളിച്ച ഒരു പടത്തിൽ എനിക്കൊരു അവസരം തന്നു. സുരാജ് നായകനായിട്ടുള്ള പേടിത്തൊണ്ടെന്ന് പറയുന്ന സിനിമ. അങ്ങനെ 3 സിനിമ ചെയ്തു. ഒന്ന് വില്ലേജ് ഗെയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു. ഏത് ഫിലിമാണ് ആദ്യം റിലീസാവുന്നത്? കുക്കിലിയാർ തന്നെ വരാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണോ? കുക്കിലിയാർ എന്ന് പറയുന്ന സിനിമയിൽ നല്ല പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് പ്രതീക്ഷയുള്ള ഒരു സിനിമ അതാണ്. കോമഡി തന്നെയാണ്. കോമഡി അത്ര വലിയ കോമഡി ആയിട്ടല്ലെങ്കിലും ഉള്ള ഒരു സിനിമയാണ്. ഇനിയും വരാനിരിക്കുന്ന 1-2 സിനിമകൾ കൂടി എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനി ലണ്ടൻ ഷോ കഴിഞ്ഞ ഉടനെ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് അതിനകത്തൊക്കെ ഇനി തുടർന്ന് സിനിമാഭിനയമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നമ്മള് മിമിക്രിക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക. ആദ്യം അവർക്ക് വരുന്നത് ഗൾഫ് ഷോകൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സ്വപ്നം ഏറ്റവും വലിയ സ്വപ്നം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലൊരു UK ഇങ്ങനെ വരാനുള്ള ഒരു അവസരം ഉണ്ടായത് ഒരു വിധത്തിലൊരു അനുഗ്രഹമായില്ലേ? ഒരു തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ സ്വപ്ന രാജ്യങ്ങളാണല്ലോ ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കോമഡി സ്റ്റാർ വരുന്നതിന് മുമ്പ് കോമഡി സ്റ്റാർ വരുന്നപ്പോഴും ഞാനൊരു വിദേശ രാജ്യങ്ങൾ പരിപാടിക്ക് പോയിട്ടില്ല. ഈ ചുരുങ്ങിയ സമയങ്ങളിലാണ് കുറെ ഗൾഫ് രാജ്യത്തും അമേരിക്കയിലും പോയിട്ടുണ്ട്, കാനഡ പോയിട്ടുണ്ട്, ഇപ്പം UK വന്നു. ഇതിനൊക്കെ ഭാഗ്യമുണ്ടായതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിനോട് എന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഏഷ്യാനെറ്റ് ചാനലിനോട് ഒരു വിരോധവും ഇല്ല. തീർച്ചയായിട്ടും അല്ല, ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വഴി തുറന്നു തന്നവരെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലല്ലോ, മറക്കാൻ പാടില്ല. വളരെയധികം നന്ദി ശ്രീ ഉല്ലാസ് പന്തളം. ഇത്രയും നേരം ബ്രിട്ടീഷ് പത്രത്തോടും ഞങ്ങളുടെ പ്രേക്ഷകരോടും സംവദിക്കുവാൻ സമയം കണ്ടെത്തിയാൽ എന്താണ് ഞങ്ങൾ UK മലയാളികളോട് പറയുവാനുള്ളത്? UK മലയാളികൾക്ക് എനിക്ക് പറയാനുള്ളത്, എന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉല്ലാസ് നിങ്ങൾ മിസ് ചെയ്യുന്നുവെന്ന്. ഒരു കലാകാരനെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത്. തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല പരിപാടികളുമായിട്ട് ഏഷ്യാനെറ്റിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ചാനലല്ലേ, തീർച്ചയായിട്ടും അവർക്ക് നല്ല പ്രോഗ്രാമായിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ ഇനി ഞാൻ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകാൻ എനിക്കിപ്പോൾ കഴിയുന്നുള്ളൂ. ഉറപ്പ് തരികയാണ്. ഉല്ലാസ് പന്തളം ഇത്രയും നേരം ബ്രിട്ടീഷ് പത്രത്തിനോട് സഹകരിച്ചതിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.